അയ്യോ ഞാനും എന്താ എടുക്കണം വെക്കോ രണ്ടെണ്ണുണ്ട് Buddha will started walking. We'll see at the end how she'll be. Still, you said something. After a very long break, I'm back with another video. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു തടസ്സം വരുന്നത്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 75 ഹാർട്ട് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അന്നേരമാണ് പെട്ടെന്ന് ഹൗസ് ഷിഫ്റ്റിംഗ് സംഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഇങ്ങനെ അതും കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ഹോൾ ഫാമിലി സിക്കായി. ഒരുപാട് പേര് വാട്സാപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഒന്നും ഇല്ലേന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാവരും വീണ്ടും ഹെൽത്തൊക്കെ വീണ്ടും തിരിച്ചെടുത്തു. സോ ഇന്ന് മുതൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്, കാരണം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഫ്രണ്ട്സായിട്ട് പോകുന്ന ഒരു ഔട്ടിംഗ് ആണ്. സോ ടുഡേയ്സ് January 31st. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു സ്മോൾ ട്രിപ്പിന് പോവുകയാണ്. വേറെ എങ്ങോട്ടും ഇല്ല, തിരുപ്പതി അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മുഴുവൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ എന്നാലും ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ പോകെ പറയാം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദിസ് ഇസ് SK and you're watching SK's vlogs. Please do subscribe my channel. എനിക്ക് 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഓൾ ഓഫ് സഡൻ എടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഒരാൾക്ക് ജോയിൻ ആവാൻ പറ്റിയില്ല. പകരം മിന്നുവിൻ്റെ ഫ്രണ്ടായ അനൂഷ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫ്രണ്ട് ഞങ്ങൾക്ക് കിട്ടി ഈ ഒരു ജേണിയിൽ. അങ്ങനെ ഞാനും ഹാരിയും ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. മിന്നും അനൂഷയും വേറൊരു ട്രെയിനിൽ സ്റ്റാർട്ടാവും. എന്നിട്ട് ഞങ്ങളെല്ലാവരും തിരുപ്പതിയിൽ വെച്ച് മീറ്റാവും. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ടാറ്റ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. സമയം 8:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും അങ്ങ് കിടന്നു. പിന്നെ ഞങ്ങളും അങ്ങ് സെറ്റിലായി. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. 8:30 ആയാലും അതുകൊണ്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഞാനും ഹരി ഇരുന്നു. ഞങ്ങളുടെ നൈറ്റ് ട്രെയിനാണ്. രാവിലെ ആകുമ്പോഴത്തേക്ക് തിരുപ്പതിയിലെത്തും. അങ്ങനെ രാവിലെ തിരുപ്പതിയിലെത്തി. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ആ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. പെർ ഡേ 2000 റുപ്പീസാണ്. യൂഷ്വലി ഞാൻ പേരൻസിൻ്റെ കൂടെ വരുമ്പോൾ ഞങ്ങൾ തിരുമലയിൽ മലയുടെ മുകളിൽ തന്നെ അക്കോമഡേഷൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇത് ഓൾ ഓഫ് സഡൻ ഫ്രണ്ട്സായിട്ട് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് താഴെ തന്നെ റൂം എടുക്കേണ്ടി വന്നു. മേലെ റൂം കിട്ടിയില്ല. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് 300 റുപ്പീസിൻ്റെ ടോക്കൺ ബുക്ക് ചെയ്ത് ദ വെരി നെക്സ്റ്റ് ഡേ ആണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ബൈ വാക്ക് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ഫ്രീ ദർശനത്തിനാണ് കയറാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ റൂമിലെത്തി ഫ്രഷായി. ഇനി ഓരോരുത്തരായിട്ട് ഫ്രഷ് ആവണം. ഫ്രഷായ ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും. സാധാരണ പേരൻസിൻ്റെ കൂടെ പോകുമ്പോൾ ഞങ്ങൾ നേരത്തെ ബുക്കൊക്കെ ചെയ്തിട്ട് തിരുമലയിൽ തന്നെ റൂമൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് പോവുക. പക്ഷേ ഇപ്രാവശ്യം ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടൽ എടുത്തു. ഇവിടുന്ന് ഇപ്പോൾ ഫ്രഷായി. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ബൈ വാക്ക്
തിരുമലയിൽ പോകുന്നതായിരിക്കും. 2 മാർഗ്ഗമുണ്ട്, ഒന്ന് അലിപ്പിരി സ്റ്റെപ്സും ഒന്ന് ശ്രീവാരി മെട്ടിലും. അപ്പോൾ ഏതിലൂടെയാണ് പോകേണ്ടതെന്ന് ഇനിയും ഡിസൈഡ് ആയിട്ടില്ല. ഫ്രണ്ട്സ് എല്ലാവരും വരുന്നതേ ഉള്ളൂ ഓരോരുത്തരായിട്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു പോകും. എൻ്റെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം കേട്ടൊരു പേരാണ് മിന്നു മിന്നു മിന്നു. മിന്നു ഉണ്ടാക്കിയ മീൻകറി, മിന്നു ഉണ്ടാക്കിയ ഉപ്പേരി, മിന്നു തന്ന ട്രൈപോഡ്. അപ്പോൾ ഫൈനലി മിന്നുവിനെ കാണാൻ പോവുകയാണ്. മിന്നുൻ്റെ ഫ്രണ്ടായ അനുഷയും വന്നിട്ടുണ്ട്. ഹാരി പോയിട്ടുണ്ട് അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. സോ നമുക്ക് കാണാം, അവരെത്തിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. ഹായ്. അപ്പോൾ അതാണ് ബ്ലാക്ക് കോട്ട് ഇട്ടത് മിന്നും, പിങ്ക് കോട്ട് ഇട്ടത് അനുഷയും. അങ്ങനെ ഞങ്ങളെല്ലാവരും വേഗം റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. We are ready. Off to Tirumala. അങ്ങനെ റൂമൊക്കെ ലോക്ക് ചെയ്തു. ഒരു റൂം ലോക്ക് ചെയ്യാനായിട്ടാണ് ഈ 2 പേരും കൂടി അവിടെ കളിക്കുന്നത്. 2 പേരും ട്വിൻസിനെ പോലെയല്ലേ, ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നിട്ട് ഇവിടെ അടുത്തൊരു ടെമ്പിൾ ഉണ്ടെന്ന് അനുഷ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം അവിടെയാണ് പോകുന്നത്. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ശ്രീവാരി മെട്ടിലിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നതായിരിക്കും. തന്നെ ഒരു ആൻറ്റി നടത്തുന്ന ഒരു തട്ടുകടയായിരുന്നു. അവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചു. അത്യാവശ്യം മോശമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതാണ് ഗോവിന്ദരാജ് ടെമ്പിൾ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്. ഇതും വെങ്കടേശ്വര സ്വാമിയുടെ ടെമ്പിൾ തന്നെയാണ്. അത്യാവശ്യം വലിയ ടെമ്പിളാണ്. ഇവിടെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ 2 ആന ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ആനകളാണ്. ഞങ്ങൾ 3 ഫ്രണ്ട്സും ആദ്യമായിട്ടാണ് ഈ ടെമ്പിളിൽ പോകുന്നത്. അല്ല, അനുഷ നേരത്തെ പോയിട്ടുണ്ട്. അനുഷ പറഞ്ഞിട്ടാണ് ഞങ്ങൾ 3 പേരും പോകുന്നത്. സോ അതാണ് അമ്പലത്തിൻ്റെ 2 ആനകൾ. ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തിറങ്ങണം, തലയിൽ ബ്ലെസ് ചെയ്തു. ആദ്യം മിന്നു പോയി, പിന്നെ രണ്ടാമത് ഞാനും പോയി. ആദ്യമായിട്ടാണ്, ഒരുപാട് പ്രാവശ്യം നാട്ടിൽ ആനേനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് അനുഗ്രഹം വാങ്ങുന്നത്. പിന്നെ ഹാരിയും പോയി. പാവാനയ്ക്ക് കാല് വേദനിക്കുന്നു തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയും മൊബൈലൊക്കെ അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം ദർശനത്തിന് പോകാനായിട്ട്. അങ്ങനെ അവിടെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ശ്രീവാരി മെട്ടിലിൻ്റെ ഭാഗത്തേക്ക് ഓട്ടോയിൽ പോയി. ഞങ്ങൾ ഓട്ടോ ഡ്രൈവർ ആൻറ്റി ആയിരുന്നു. വളരെ സേഫായിട്ടാണ് ആൻറ്റി ഓട്ടോ ഓടിച്ചിട്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ്. ഒരുപാട് തിരുപ്പതിയിൽ വരുന്ന എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയെങ്കിലും തിരുപ്പതിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു മൗണ്ടെയിൻ, അതിൽ ലോർഡ് ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ മുഖം ഇങ്ങനെ കൊത്തി വെച്ചതുപോലെയുള്ള ഒരു ശില്പം പോലെ.
വെങ്കടേശ്വര സ്വാമിയുടെ കണ്ണും മൂക്കും ഫേസ് അങ്ങനെ തന്നെ ഡിക്റ്റോ. ഫേസ് ആരോ ഇങ്ങനെ കൊത്തി വെച്ചതുപോലെയാണുള്ളത്. പിന്നെ കുറച്ച് നേരം ഓട്ടോ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ഓട്ടോ നിർത്തി തന്നു. ഇങ്ങനെ ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി, ശ്രീവാരിമേട്ടിലു. ഇവിടെ നമ്മൾ ടോക്കൺ എടുക്കണം. വിത്തൗട്ട് ടോക്കൺ, വിത്ത് ടോക്കൺ എന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഞങ്ങൾ ടോക്കൺ എടുത്തു. ടോക്കൺ ലിമിറ്റഡ് ആണ്. ടോക്കണിന് പ്രത്യേകിച്ച് പൈസയൊന്നും ആവശ്യമില്ല, ആധാർ കാർഡ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. ഈ ഒരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം മേലോട്ട് പോയാൽ പിന്നെ നമുക്ക് വാട്ടർ കിട്ടിയെന്ന് വരില്ല. പക്ഷെ നടക്കുന്ന എല്ലാ സ്ഥലത്തും വാട്ടർ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് പോയിന്റ് വെള്ളമൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. തിരുപ്പതിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നു പോകാമെന്ന് വെച്ചത്. സോ വി ഓൾ ആർ സോ എക്സൈറ്റഡ്. യൂഷ്വലി ഈ ഒരു റൂട്ട് നല്ല തിരക്കുണ്ടാവും, പക്ഷേ പ്രാവശ്യം അത്ര തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ 2300 സംതിങ് സ്റ്റെപ്സ് ഉണ്ട്. Buddha while started walking. We'll see at the end how she'll be. Don't know yaar. హారి ఇప్పుడే ఇది పెడతారు అయిపోయింది. మా హారి తీసుకుంటేనే అది కూడా అయిపోయింది అనుకున్నా. We are walking. Just now started. Happily walking. At the end we'll see how it will be. 1000 స్టెప్స్ అయిన సందర్భంలో ధ్యానానికి వెళ్ళిన చల్లగాలి. నేను ఇంకో 2000 ఎక్కుతానంటున్నా. హారిక వినట్టు ఆపండ్రు అంటున్నా మూలు. తదుపరి అప్డేట్స్ కోసం వేచి చూడండి. ఇట్లు శ్రావణి PS ഫ്രം 1000 പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ ഈ കയറുന്ന പരിപാടി. ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്താണ് കയറിയത്. ഞാനാണ് കൂടുതൽ റെസ്റ്റ് എടുത്തത്. ഞങ്ങളെ ക്യാമറ ആംഗിളിനനുസരിച്ച് ആൾ പോസ്റ്റ് തരുന്നുണ്ട്, ഫോട്ടോസ് എടുത്തോ എന്നും പറഞ്ഞ്. Finally we reached 2250 step. வழங்கப்பட்ட டோக்கன்கள் வைகுண்டம் 2 காம்ப்ளெக்ஸ் 7 வழியாக ஸ்ரீவாரி தரிசனத்திற்கு മുകിതിದೆ. ആ കാണുന്നതാണ് ഫൈനൽ സ്റ്റെപ്പ്. It was a very different experience. And this is the final step. കഴിഞ്ഞു. ഇച്ചിരി കഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ടയേർഡായി. എന്നാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഇടയ്ക്ക് വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ ആവുമോ, തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ കംപ്ലീറ്റഡ് ഇറ്റ്. Done with our steps, guys. Finally we completed it. Still with the same energy, guys. Your experience? It's okay. Okay. Wow. How is your
experience? How is your experience? How is your experience? Anusha, how is your experience? അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വെള്ളമൊക്കെ കുടിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ബസ് കിട്ടും. ടെമ്പിൾ ബസ്സാണ്, ഫ്രീ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ടെമ്പിൾ ബസ്. അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് അന്നപ്രസാദം സെൻറ്റർ. ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തി. അതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇതിലിങ്ങനെ ഡൈനിങ് ഹാൾ 1, 2 എന്നൊക്കെ ഉണ്ടാവും. 1, 2 ഒക്കെ ഫുള്ളായി. അതുകൊണ്ട് ഞങ്ങൾ 3, 4ലേക്ക് ഓടി. പോകുന്ന വഴിക്കുള്ള മനോഹരമായ ഒരു സീനറിയാണിത്. ആ ഒരു തിരുമല മുഴുവനും ഈ ഒരു സീനറിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡൈനിങ് ഏരിയയിൽ പോയി ഇരുന്നു. ഇവിടുത്തെ പൊങ്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചേ തരുമെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ളൊരു പൊങ്കലാണ്. പിന്നെ ഇവിടുത്തെ സാമ്പാറും പിന്നെ ഒരു പീനട്ട് ചട്നി പിന്നെ വേറൊരു കറിയും കൂടി ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അത്രയും ക്ഷീണിച്ച് വന്നതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ടിക്കറ്റിലുള്ള ഒരു അഡ്രസ്സിലുള്ള സ്ഥലത്തേക്ക് പോയി. ATJ സെൻറ്റർ. ടിക്കറ്റിൽ നമ്മളെടുത്ത ടോക്കണിൽ അവിടെ ഉണ്ടാവും. അത് കണ്ടിട്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകേണ്ടത്. ATGH സെൻറ്റർ. അവിടെ നിന്ന് നമ്മൾ ക്യൂവിൽ കയറും. ഇവിടെ വിത്ത് ടോക്കൺ ഒരു ക്യൂവും വിത്തൗട്ട് ടോക്കൺ വേറൊരു ക്യൂ ഉണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾ ക്യൂവിൽ കയറിയത്. രാത്രി 9:30ക്കാണ് ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറമേക്ക് വന്നത്. മൊബൈൽസ് അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം അകത്തേക്ക് പോകാൻ. 9:30ക്ക് പുറമേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും മൊബൈൽസ് വാങ്ങി. ഇത് അമ്പലത്തിൻ്റെ പുറമേ ഉള്ള ഒരു കാഴ്ചയാണ്. നടക്കുമ്പോൾ അത്ര റഷ് ഉണ്ടായിരുന്നെങ്കിലും ദർശന സമയത്ത് നല്ല റഷ് ഉണ്ടായിരുന്നു. എന്നാലും നന്നായിട്ട് ദർശനം നടന്നു. ലഡ്ഡു ഒക്കെ മേടിച്ചു. ഇവിടുത്തെ ലഡ്ഡുവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഈ ഒരു ഗോപുരത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഒട്ടും വിചാരിക്കാതെയാണ് ഇങ്ങനൊരു ജേർണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. നന്നായിട്ട് ദർശനം നടന്നു. ഫസ്റ്റ് എനിക്ക് കയറാൻ പോലും പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഐ മേഡ് ഇറ്റ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബസ്സിൽ തിരിച്ച് തിരുപ്പതിയിലേക്ക് പോവുകയാണ്. ഇത് തിരുപ്പതി സിറ്റിയാണ്. തിരുമലയിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതിമനോഹരമായ തിരുപ്പതി സിറ്റി. നൈറ്റ് വ്യൂ ആണ്. ഇങ്ങനൊരു ജേർണി പ്ലാൻ ചെയ്ത മിന്നുനും പിന്നെ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത അനൂഷയ്ക്കും താങ്ക് യു സോ മച്ച്. സോ ഇറ്റ് വാസ് ഡേ 2 ഇൻ തിരുപ്പതി. രാത്രി ക്ഷീണം കൊണ്ട് എല്ലാവരും ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. കട്ടിൽ കണ്ടതും ഞാനങ്ങ് കിടന്നുപോയി. പിന്നെ രാവിലെ 7 മണിക്കാണ് എഴുന്നേറ്റത്. ഞാനും ഹാരികയാണ് ആദ്യം എഴുന്നേറ്റത്. Hi, it's day 2 and we are going out for shopping. Shravani, Hari, come fast. See, we all are waiting for you. It's because of you. ఈ లిఫ్ట్ కూడా వచ్చేసింది. అయ్యో వెళ్ళిపోతున్నాను. പുറമെ നല്ല വെയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്കാർഫൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഹാരിക്ക് ഭയങ്കര നാണം.
ഞങ്ങൾ ഇന്നലെ പോയ അതേ വഴിയിലൂടെയാണ്, ഗോവിന്ദരാജ ടെമ്പിളിൻ്റെ അതേ ലൈനിൽ ഞങ്ങളിങ്ങനെ കുറേ കുട്ടി കുട്ടി ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ കണ്ടു. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ വിൻഡോയിൽ ഡോർസിനൊക്കെ ഹാങ് ചെയ്യുന്ന ചെയിൻസ് കണ്ടപ്പോൾ ഹാരി മിന്നും കൂടി വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു ഷോപ്പിൽ ഞങ്ങൾ കണ്ട ഒരു ടോയ്സാണ്. റീസെൻ്റ്ലി റിപ്പബ്ലിക് ഡേ പരേഡിന് ആന്ധ്രാപ്രദേശിൻ്റെ ടാബ്ലൂവിൽ വെച്ചത്. ആന്ധ്രാപ്രദേശ് ഫേമസ് ടോയ്സ് ഇതാണ്. പല രീതിയിലുള്ള ടോയ്സ്, ദൈവങ്ങളുടേതുണ്ട്, കുട്ടികളുടെ ടോയ്സ് തൊട്ട് വലിയ ആൾക്കാർ തൊട്ട്. ഞാൻ ഈ ഒരു ഹനുമാനും വെങ്കടേശ്വര സ്വാമീനെയും മേടിച്ചു. നല്ല ക്യൂട്ട് ഹനുമാനല്ലേ. പിന്നെ അത്യാവശ്യം കുട്ടി കുട്ടി സാധനങ്ങൾ കൂടി മേടിച്ചു, ലൈക്ക് റബ്ബർ ബാൻഡ്സ്, ബാംഗിൾസ്. പിന്നെ അമ്മയ്ക്കൊരു ഹാൻഡ് ബാഗ് മേടിച്ചു. ഞാൻ എന്ത് മേടിച്ചാലും അമ്മയ്ക്ക് ഇഷ്ടമാവില്ല, എന്നാലും ഞാൻ മേടിക്കും. അമ്മ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. വെയിലത്ത് നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ఏం పచ్చడి అది? పొడి. ఇది ఉప్పు అండి, అది సాస్ అండి. ఈ ప్లేట్ అండి, ఇది గ్లాస్ అండి. വെയിലത്ത് നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് എന്താ പറയുന്നതെന്ന് ഒരു ഐഡിയ മിന്നുവിനും ഇല്ല, ആരികയ്ക്കും ഇല്ല. ഇങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ആന്ധ്രാപ്രദേശ് മീൽസാണ്. സാമ്പാറും പരിപ്പും മോരും പായസം, പൊട്ടാറ്റോ, ബീറ്റ്റൂട്ട്, പിന്നെ ഒരു ചില്ലി, പാപ്പട് എല്ലാം ഉള്ള ഒരു ആന്ധ്രാപ്രദേശ് ശൈലിയിലുള്ള ഒരു ഊണാണ്. അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരു ഓക്കെ ആണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. വേഗം റൂമിലേക്ക് പോയി. റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. അതുകൊണ്ട് വേഗം കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഹോട്ടൽ, വൈഷ്ണവി ഇൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ടൈം 3:10 ആയിട്ടുണ്ടാവും. എന്നിട്ട് വേഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരിച്ചു പോകുന്നത് വന്ദേ ഭാരതിലാണ്. ആൻഡ് ഇറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ അസ്. ഓൾറെഡി ഞങ്ങൾ വൈകി, അതുകൊണ്ട് ഞങ്ങൾ വേഗം ഓടിപ്പോയി കയറുകയായിരുന്നു. പിന്നെ ഡോർ വെച്ച് പോയാൽ കയറാൻ പറ്റത്തില്ലല്ലോ. ഞാനും ഹാരി ഒരു ഡെസ്റ്റിനേഷനും മിന്നു അനൂഷം വേറൊരു ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 സ്ഥലത്തായിട്ടാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ തിരുപ്പതിക്ക് ബൈ ബൈ പറഞ്ഞു. കുറേ നേരം ഇരുന്നേരം ഞങ്ങൾക്ക് ബോറടിച്ചു. അങ്ങനെ ഞങ്ങൾ സ്നാപ്ചാറ്റിൽ ഫിൽറ്റേഴ്സ് ഇട്ട് കളിച്ചു. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് ആർ ഡെസ്റ്റിനേഷൻ. മിന്നു അനൂഷ ഞങ്ങൾക്ക് സെൻഡ് ഓഫ് വരാൻ വന്നു. വിചാരിക്കാതെ 2 ദിവസം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ ഉണ്ട്. Once again, Minnu and Anusha, thank you so much for this sudden plan. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ ഞാൻ കാത്ത് 2 പേര്
പാവം ഡല്ലായിട്ടിരിക്കുവാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒരു ഉഷാറും ഇല്ലാണ്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്ന ഉടനെ പാർക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് എന്തോ ക്ഷീണിച്ച് കിടക്കുമായിരുന്നു. എന്നെ കണ്ടതും രണ്ടാൾക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. രണ്ടാളും അത് ചാടി കയറുന്നു. അങ്ങനെ 2 ദിവസം ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇത് ഒത്തിരി ലോങ് വീഡിയോ ആണ്. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ സീ യു ഓൾ ഇൻ അനദർ വീഡിയോ. താങ്ക് യു. ബൈ.